ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നൈസ് പത്തിരിയുടെയും അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് തേങ്ങ അരയ്ക്കാതെ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു എഗ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. പത്തിരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. തരിയില്ലാത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. പൊടി നനയ്ക്കാനായിട്ട് ഞാനിവിടെ 3 ഗ്ലാസ് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് ബോയിലായി വരണം. 1 ഗ്ലാസ് അരിപ്പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം, അങ്ങനെ 2 ഗ്ലാസ് അരിപ്പൊടിക്ക് 3 ഗ്ലാസ് വെള്ളമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഓരോ അരിപ്പൊടിക്ക് അനുസരിച്ച് ചിലപ്പോൾ കുറച്ച് വ്യത്യാസം വരാം. ഇതിലേക്ക് പൊടിയിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് എപ്പോഴും വെള്ളത്തിൽ കുറച്ച് കൂടുതൽ ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് പൊടിയിൽ കറക്റ്റായിട്ട് ഉപ്പ് നന്നായി പിടിച്ചു വരുന്നത്. വെള്ളം ഇവിടെ ബോയിലായി വരുന്നുണ്ട്. ഈ സമയം 1 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഡവ് നന്നായിട്ട് തന്നെ സോഫ്റ്റായി കിട്ടും. പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാനും പറ്റും. അതുകൊണ്ടാണ് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെള്ളം ഇപ്പോൾ നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല രീതിയിൽ തന്നെ തിളച്ച് വരണം. അപ്പോഴാണ് പൊടി ഇട്ട് കൊടുക്കേണ്ടത്. ഇല്ലെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള പത്തിരി ലഭിക്കില്ല. അതുകൊണ്ട് ഇതുപോലെ നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് പൊടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. പൊടി ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് പൊടിയൊന്ന് തിക്കായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. സിമ്മിൽ വെച്ച് കൊടുത്താൽ മതിയാവും. വെള്ളം അഥവാ കുറച്ച് കൂടിപ്പോയാലും കുഴയ്ക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടെ പൊടി ചേർത്തൊന്ന് കുഴച്ചെടുത്താൽ മതിയാവും. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊരു 2 മിനിറ്റ്സ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി തുറന്ന് വെച്ച് ഇതൊന്ന് ചൂടാറുന്ന വരെ വെയിറ്റ് ചെയ്യാം. ചൂടാറിയ ശേഷം നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. നമുക്കിനി പത്തിരിയുടെ പൊടി ചൂടാറി വരുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള മുട്ടക്കറി റെഡിയാക്കാം. ഇതിനായിട്ട് ഒരു പാൻ വെച്ച് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ച് ചേർത്ത് കൊടുക്കും. 5 വെളുത്തുള്ളിയും ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചതാണ്. ഇതിൻ്റെ റോസ്മെല്ലൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. 3 സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 4 പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ മുളക് പൊടി ഒട്ടും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. പച്ചമുളകും പെപ്പർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാനും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പ് കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. സവാളയൊന്നും കളർ മാറി വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതെല്ലാം ഒന്ന് റോസ്മെല്ല് മാറി ഒന്ന് സോഫ്റ്റായി വന്നാൽ മതിയാവും. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസെല്ലാം എല്ലാവർക്കും കറക്റ്റായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഈ സമയം നമുക്ക് അല്പം വേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/4 കപ്പ് ഇളം ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി 2-3 സെക്കൻഡ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 2 സെക്കൻഡ്സ് ആയിട്ടുണ്ട്. നമുക്ക് മൂടിയൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലോട്ട് പാലൊഴിച്ച് കൊടുക്കാം. ഞാനിവിടെ പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1.5 കപ്പ് പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. തിരക്കുള്ള സമയങ്ങളിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുമ്പോൾ ഇതുപോലെ പശുവിൻ പാൽ ഒഴിച്ച് റെഡിയാക്കി എടുത്താലും മതിയാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ കറി റെഡിയായി വരും. കുറച്ച് ഉപ്പ് കൂടി ഈ സമയം ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇതിലേക്ക് ഇനി നമുക്ക് എഗ്ഗും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 4 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അത് കട്ട് ചെയ്ത് വെച്ചതാണ്. ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബോയിലായി വരുന്നവരെ നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഇനി 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. മുട്ടക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഇപ്പോൾ പത്തിരിയുടെ പൊടി ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ കൈ വെച്ച് കുഴച്ചെടുക്കാൻ പറ്റുന്നൊരു ചൂടാണുള്ളത്. ഇതുപോലെ ഒരു ഇളം ചൂടോട് കൂടി തന്നെ നമ്മൾ ഈ പൊടി കുഴച്ചെടുക്കണം. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കയ്യിലൊരല്പം വെള്ളം അടയ്ക്കുന്ന തൊട്ട് കൊടുത്താൽ മതിയാവും. ഇത് നമ്മൾ നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കണം. പൊടി എത്ര കുഴയ്ക്കുന്നോ അതിനനുസരിച്ചിട്ടാണ് പത്തിരി നല്ല സ്മൂത്തായിട്ട് പൊള്ളച്ച് വരുന്നത്. നല്ല സോഫ്റ്റായി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് വരണം. ഇനി നമുക്ക് ഓരോന്നായിട്ട് പ്രസ്സിലോ അല്ലെങ്കിൽ കൈവച്ച് പരത്തിയെടുക്കാം. ഇപ്പോൾ ഇതുപോലെ ഒരു ബോൾ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ആദ്യം നമുക്ക് നന്നായി ഒന്ന് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ സൈഡ്സ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതേ പത്തിരിപ്പൊടി തന്നെ കുറച്ച് ആദ്യം നമുക്ക് ഈ കല്ലിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മാവിന് മുകളിലും കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. അഥവാ ഒട്ടി പിടിക്കുകയാണെങ്കിൽ അല്പം കൂടെ പൊടി ഒന്ന് എതിരി കൊടുത്താൽ മതിയാവും. എന്നിട്ട് എടുക്കുന്ന സമയത്ത് കൈവച്ച പൊടി നന്നായി തട്ടിക്കളഞ്ഞതിന് ശേഷം പാനിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല കനം കുറച്ച് പരത്തിയെടുക്കണം. അപ്പോഴാണ് നന്നായിട്ട് പത്തിരി പൊള്ളച്ച് വരുന്നത്. പ്രസ്സിലാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ടത് ചെയ്തെടുക്കാൻ പറ്റും. ഒരെണ്ണം ഇപ്പോൾ കല്ലിൽ പരത്തുന്ന കൂടെ ഒന്ന് കാണിച്ചതാണ്. ഇതിനെ ഒരു പ്ലേറ്റ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. സൈഡ്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ബാലൻസുള്ള മാവ് നമുക്ക് വേറെ പത്തിരി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഓരോ പത്തിരിയും നമുക്ക് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ പൊടി ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടിക്കളയണം. ഇതുപോലെ എല്ലാ പത്തിരിയും നമുക്ക് പരത്തിയെടുക്കണം. പാൻ വെച്ച് ചൂടായി വന്നതിലോട്ട് പത്തിരി പരത്തി വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡ് ചെറുതായി ചൂടായി വരുമ്പോൾ തന്നെ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഈ സൈഡൊന്ന് കുക്കായി വരുമ്പോൾ ഒന്നുകൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ പൊള്ളച്ച് വരുന്നുണ്ട്. ഈ സമയം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം ഇത് കുക്കായി കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. പത്തിരി മുട്ടക്കറി ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഈ രീതിയിൽ ഒരു തവണയിലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക്